നിങ്ങളെ മീസ ചേർത്ത് സത്യമായിട്ട് മീസ ഇത് നേരത്തെ കാലം മറ്റേ ഇത് ഷൈനിങ് ആയിട്ട് വന്നു കണ്ടു വന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സത്യത്തെ വന്ന് ഈ ചങ്ക് എന്തെന്ന് വെച്ചാൽ ഇത് ഇന്ന് ചീത്ത വിളി വരുന്നുണ്ടായിരുന്നു. ഈ ചങ്കിന്നോ യഥാർത്ഥം. അപ്പൊ ഞാൻ ഇതിനെടുത്ത് മാറ്റി ഇട്ട് ഈ ചങ്കിന്ന് ചീത്ത വിളി വരും എന്ന് പറഞ്ഞാൽ ഞാൻ അരുളുള്ളതുകൊണ്ട് എനിക്ക് റീഡിങ് അറിയാലോ. എന്ത് ചീത്ത വിളിക്കും? നോക്കണം ഇവിടെ നോക്കണം. ആ കണ്ണ് ദേവിയുടെ കണ്ണ് നോക്കണം. കണ്ടു നോക്കുമ്പോ ഈ കൈ ശ്വാസം വലിക്കുന്ന ഞാൻ അങ്ങോട്ട് കമന്റ് ഇടാൻ ധൈര്യമുള്ളവർ ഇട്ടോട്ട്. ഇട്ട് കളിഞ്ഞാൽ അവർക്ക് പരിപ്പ് വേവും. നമ്മൾ ഈ പരശുരാമൻ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ മഴ പറഞ്ഞ് കേരളം വെട്ടിപ്പിടിച്ച പരശുരാമനെ അറിയാത്ത ആരുമില്ല. അങ്ങനെ ഒരു പരശുരാമൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പരശുരാമന് ഭയങ്കര കഴിവ്. നമ്മൾ ഒറിജിനൽ പരശുരാമനെ കടത്തി വെട്ടുന്നതിനെക്കാട്ടിലും കഴിവാണുള്ളത്. നമുക്ക് എന്തായാലും ഈ പരശുരാമൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിലോട്ട് പോകണം. ഇത് കണ്ട, ഇതാണ് അത്ഭുത ലോകം. ഇതെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചയിലൂടെയാണ് പ്രേക്ഷകരെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വേണ്ട, ഈ കണ്ണാടിക്ക് അത്ഭുതമുണ്ട്, ഇതെല്ലാം അത്ഭുതമാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയും തീരത്തില്ല, നമ്മൾ തൊടാൻ ഒക്കത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ അമ്മാതിരി സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. പരശുരാമണ്ണ എന്തോ കേൾക്കുന്നേ? സത്യമാണേ കേൾക്കുന്നേ? ഇതെല്ലാം സത്യമാണ്. ഇതൊക്കെ ഞാനും കണ്ടത് നാട്ടുകാരും കണ്ടതാണ്. മഹാവിഷ്ണുവും കൊടുങ്കൊല്ലരമ്മയും ബാലതിരുപുരസുന്ദരി ദേവിയും അവർക്ക് അമ്പലം കെട്ടാൻ വേണ്ടി. ഇത് ശരിക്കും പറഞ്ഞ ശരീരത്തിൽ അങ്ങനെ ശക്തി ഉണ്ടോ? കണ്ണിലാണ് വരുന്നത്. കണ്ണിലാണ് വരുന്നത്. കണ്ണ് എല്ലാം നിയന്ത്രിക്കും. ഞാൻ തീരുമാനിക്കുന്ന എന്തും നിയന്ത്രിക്കും. എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആരെങ്കിലും തേടി വരണേ അത് നടത്തണമെങ്കിൽ കണ്ണുകൊണ്ട് ശരിക്കും ദൈവം തീരുമാനിക്കുന്നത് പോലെ എനിക്ക് തീരുമാനിക്കാനുള്ള പവർ ഉണ്ട്. നിങ്ങളെ മുഖം തന്നെ കംപ്ലീറ്റ് ബ്രൈറ്റ് ആവാൻ ഞാൻ പറഞ്ഞു. ഇതിപ്പം ബ്രൈറ്റ് ആവും, കംപ്ലീറ്റ് ആവും. അത് ആവും. ഞാൻ പറഞ്ഞ വാക്ക് പലിച്ചൊറഞ്ഞ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആയിക്കൊണ്ടേയിരിക്കും. ക്യാമറ നോക്കിയോ? അപ്പൊ ഈ അത്യാവശ്യം വെളുപ്പൊക്കെ ഉണ്ട്. പരശുരാമൻ പറഞ്ഞിരിക്കുകയാണ് എന്റെ മുഖത്ത് ബ്രൈറ്റ് ആവും. അപ്പൊ ഒരു സജഷൻ കൊടുക്കുക, ബ്രൈറ്റ് എന്നെ സൂക്ഷിച്ച് നോക്കിയേ. അവിടെ ഇരിക്കുന്ന കണ്ണാടി പിടിച്ച് എന്ത് നോക്കണം? കണ്ണാടി നോക്കണം. അപ്പൊ എന്തായാലും കണ്ണാടി നോക്കണം. ആ കണ്ണാടി നോക്കുമ്പോൾ ഇവിടെ നിന്ന് അതിൽ വരും. കണ്ണാടിയുടെ കൂടെ അടിച്ചു വരും അല്ലേ? ഓ നിങ്ങൾ ശരിയോടെ തൂ വെള്ളയാ കേട്ടാ. എന്റെ പൊന്നമ്മച്ചി ഇരുണ്ട് മറ്റേ വെയില കൊണ്ട് ഇരുണ്ട് കറുത്തു വന്ന് ഞാനിപ്പോ തൂ വെള്ളയെ സായിപ്പിന്റെ കൂട്ടായാലും ഇതെന്ത് അത്ഭുത കഴിവ്. ഇത് ഈ നോട്ടം കൊണ്ട് ശരിയാക്കി എടുത്താ അത് ഇതിന്റെ അകത്ത് ഈ കണ്ണിനകത്ത് എന്തോ ഇരിക്കുന്ന കാര്യത്തില് അമാന ശക്തി ഉണ്ട് അല്ലെ? ഇത്ര വെളുക്കത്തില്ലേ? കൊടുങ്കല്ലരമ്മയാണ്. കൊടുങ്കല്ലരമ്മ, ബാലതിരുപുരസുന്ദരി, മഹാവിഷ്ണു. അപ്പൊ ഈ കണ്ണിലാണ് നമുക്ക് ദർശനം തരുന്നത്. ഈ കണ്ണ് നമ്മള് ചെറുതായിട്ട് അടച്ചു തുറക്കുന്നത് കാണുന്നുണ്ട്. അതിൽ കുറച്ച് തുറക്കുമ്പോ അവരാണ്, അടയ്ക്കുമ്പോ ഞാനാണ്. അപ്പൊ ഈ കണ്ണിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ നോക്കി കഴിഞ്ഞാൽ അത് രൂപമാറ്റം ഉണ്ടാവും, പ്രകാശിക്കുകയൊക്കെ ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. റെക്കോർഡിക്കല് തെളിവ് ഞാൻ പുറത്തു വിടും. അത് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ, കോടതി ആവശ്യപ്പെട്ടാൽ കൊടുക്കാനുള്ള. അപ്പൊ ഒരു കാര്യം ചെയ്യോ, നമുക്ക് ഈ ട്യൂബ് ലൈറ്റ് ഒന്ന് വെളുപ്പിച്ചു തരുമോ? ബ്രൈറ്റ് ആക്കുമോ? 99% അത് ബ്രൈറ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് യഥാർത്ഥമായിട്ട് കാണണമെങ്കിൽ 6:30 മണി ശേഷം സിറ്റി മൊത്തം അതൊന്ന് ബ്രൈറ്റ് ആവും. ആ ഇടയിൽ ക്യാപ്പ് വരും, കണ്ട ആവുന്നുണ്ടല്ലോ. കുറച്ചേ കൂടുള്ളൂ. അതിന് 1% കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ലിമിറ്റ് ഉണ്ട്. ഒന്നുകൂടെ കൂട്ടിയേ, ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയേ. ഇത് എനർജി വന്ന് നമ്മളെ കണ്ണിൽ നിന്ന് അവിടെ പാസ്സാക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ പറയാണ് ഇത് അപ്പുറത്തെ ഇതിൽ കാണിച്ചു തരാം. ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞാല്. അതെ, അതില് സൂര്യപ്രകാശത്തിന്റെ ആ ഒരു ഇത് കയറി വരും. എന്റെ കൈ അങ്ങോട്ട് പോവുകയല്ലേ, ഞാൻ അത് ടച്ച് ചെയ്യാൻ പോവാണ്. വെളിച്ചം കൂടുതലുണ്ടോ? ചുറ്റും അറിയാൻ പറ്റുന്നുണ്ടോ? എന്റെ പൊന്നമ്മച്ചയെ കൂടുതൽ കണ്ടു സത്യം കണ്ടുപിടിക്കുന്നു. ദൈവത്തിന് കുറയ്ക്കാനുള്ളത് ഇല്ല, എനിക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് ഇത് വിട്ട് മറ്റൊന്ന് പോകുമ്പോ ഇറങ്ങുമ്പോ വരുള്ളൂ. അപ്പൊ ഇത് കുറയത്തില്ല, കുറയ്ക്കാനുള്ള കഴിവില്ല. ഇല്ല, ദൈവം ആയതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി ഞാൻ വന്നിട്ട് നെഗറ്റീവ് ചെയ്യാൻ പാടില്ല. നെഗറ്റീവ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നത് നെഗറ്റീവായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവായിട്ട് ആക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പരശുരാമണ്ണെ കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങുക. അവിടുത്തെ ലൈറ്റുകളെല്ലാം പ്രകാശം കൂട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണിച്ചു തരാം, നല്ലപോലെ കാണിച്ചു തരാം. ഇത് ആരെ വിളിക്കുന്ന ഇടയ്ക്ക് കൂടെ ഒന്ന് സൈലന്റ് ആക്കി വെക്കും. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോട്ട് വേറെ ഒത്തിരി മൊബൈലുണ്ട്. ഇത് അങ്ങനെ അമ്മാതിരി കോളാ വരുന്നത്. ഓക്കെ പരശുരാമണ്ണ, അടുത്ത കോള് വേറെ. ഈ മുറി മൊത്തം ഫോണാണ്. അണ്ണാ എനിക്ക് ലോകോട്ടും 6:30 മണി മുതൽ 12 മണി വരെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. രാത്രിയില്
അത് പല സ്ഥലത്തുനിന്ന് പവർ കൊടുത്തോണ്ടിരിക്കും, എനിക്ക് പേയ്മെന്റ് അയച്ചു തരുന്നു. അപ്പൊ ഈ രാത്രി പകൽ ഈ ഇരുട്ടാകുമ്പോൾ അല്ല, എനിക്ക് ജസ്റ്റ് പവർ തന്നെയല്ല കൊടുക്കുന്നത്, കഥ പറയുന്നില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രാത്രിയൊക്കെ വിളിക്കുന്ന ഈ പ്രകാശം കൂട്ടാൻ വേണ്ടിയാണോ? അല്ല, എനിക്ക് വന്നിട്ട് ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് ലോകത്തോണ്ട്. പ്രകാശം ഇല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പ്രകാശമല്ല, അവർക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം വരികയാണെങ്കിൽ ഉടനെ വിളിക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഈ പവർ അവിടെ പോകും. ഫാന് കറങ്ങുന്നതായിട്ട് അവർക്ക് ശക്തി വന്നു എന്നുള്ളത് കാണുമ്പോൾ അവർക്ക് ഇത് സത്യമാണെന്ന് കാണുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം റിലാക്സ് സെക്കൻഡിലാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഫാൻ കറങ്ങുന്നില്ല, ഇപ്പൊ ഇവിടെ ഫോൺ വിളിക്കാം, കറങ്ങിയിട്ടിരിക്കുന്ന ഫാനിൽ എനർജി കയറ്റി വിടാനേ പറ്റുള്ളൂ. ലൈറ്റ് കത്തിയിരിക്കണമെങ്കിൽ അതിൽ പ്രകാശം കൂട്ടാനേ പറ്റത്തുള്ളൂ. എല്ലാത്തിലും എനർജി കയറ്റാനേ പറ്റുള്ളൂ. 1% മാത്രമേ കയറ്റുന്നുള്ളൂ. 99% ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് മുമ്പോട്ട് പോയാൽ എനിക്ക് ഓരോന്നാ കിട്ടും. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് കിട്ടും. ഇപ്പൊ പരശുരാമണ്ണനെ കാണണമെന്നില്ല, വീട്ടിൽ ഫോണിൽ വിളിച്ചാൽ മതി. പരശുരാമണ്ണ എന്റെ വീട്ടിലെ ഫാന് കുറച്ച് സ്പീഡ് കൂട്ടുമെന്ന് പറഞ്ഞാൽ കൂട്ടും. അതെന്ത് ചെയ്യും? അത് വേണമെങ്കിൽ ഞാൻ ഫോൺ നമ്പറിൽ ആളുകളെ വിളിച്ച് അന്വേഷിക്കാനുള്ള നമ്പർ തരാം. അല്ല, അത് എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ പ്രകാശ് അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയുമ്പോൾ പലിച്ച ഉടനെ സംഭവിക്കും. അവരുടെ വീട്ട് അഡ്രസ് പറയുമ്പോഴത്തേക്ക് ഇത് സൈറ്റ് പോകും. അപ്പൊ ഇത് വേറെ ആരുണ്ട് ഇതിനകത്ത്? ഇടയ്ക്കിടയ്ക്ക് ഈ നാക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാല് ഇതിന്റെ ഈ രൂപത്തിന്റെ വരുന്നുണ്ട്. അതിൽ തുണ്ടരുത്. അതെ, ഇതെടുക്കൂ. അതില് കാണാമല്ലോ നല്ല വലുതായിട്ട്. അതിലുണ്ട്, ഇതാ കാണുന്നു ദേവിയുടെ കണ്ണ്. കണ്ണങ്ങോട്ട് റൗണ്ട് ആവുന്നില്ലേ? കണ്ണ് നോക്ക്. നാക്ക് വെളി കിടക്കുന്നില്ലോ അല്ലേ? അതെന്ത് ശക്തി? അത് പോട്ടയല്ലേ? ദേവി അതില് കണ്ടതുപോലെ ഇതിൽ ഇങ്ങനെ വരും. നാക്കേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോ ഫോട്ടോയിൽ നാക്കില്ല, അന്ന് നാക്ക് ഇവിടെ കാളിയായിട്ട് വരും. വരുന്നത് ഇങ്ങനെ വന്ന് തിരിച്ചത് കയറി പോകുന്നത് കാണാൻ പറ്റും. അതിൽ കണ്ണ് ചലിക്കുന്നത് കാണാൻ പറ്റും. ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ദേവിയുടെ പ്രപഞ്ചമായിട്ട് 3 എണ്ണത്തിൽ ഇത് വന്നതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റുന്നു. ഇതുവരെ കണ്ടാൽ തന്നെ 150 പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പുറത്ത് പെട്ടെന്ന് കൊണ്ടുവരാത്തത് എനിക്ക് റെക്കോർഡിക്കലായിട്ട് ഗവൺമെന്റ് പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഈ നാക്ക് നിങ്ങൾ നോക്കുക, ഈ കാളി അതില് ക്യാമറയിൽ പതിയൂല, പതിയത്തില്ല. അങ്ങനെയുണ്ട്. ഞാൻ മൊബൈൽ വെച്ചൊക്കെ എടുത്തു നോക്കി വേറെ ചാനലുകാരൊക്കെ ചോദിച്ച് അപ്പൊ അത് വരൂല. നമ്മൾ ഒരുപാട് അടുത്ത് പോകുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. ഇവിടെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല നോക്കുക. നിങ്ങൾ ദേവിയുടെ കണ്ണ് നോക്കാം. ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങോട്ട് ചരിഞ്ഞു പോകുന്നില്ലല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മുഖം ഇപ്പം അങ്ങനെ നല്ല മാറി കേട്ടാ. ഞാൻ പറഞ്ഞ ബ്രൈറ്റ്നസ് വെളിച്ചത് നല്ല വന്ന് വെളുത്ത ചെവന്ന് വന്നിരിക്കുന്നു. അത് എന്താന്ന് വെച്ചാലേ നിങ്ങളെ മനസ്സ് ക്ലിയർ ആണെന്നുള്ള സത്യമാണ് അവിടെ വരുന്നത്. കറുത്തവരെ വെളുപ്പിക്കാനുള്ള കഴിവുണ്ട്. കറുത്തു പോകും. അങ്ങനെയുണ്ടോ? അതായത് എത് കൂടുതലോ അത് നിങ്ങളെ ഒരു 2 ലക്ഷം രൂപ നിങ്ങളെ കയ്യിലിരിക്കുകയാണ്. നിങ്ങൾക്ക് താരിത്തിരിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റോ പൈസ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ ഒറ്റ കാര്യം പറയാം. എൻ്റെ 100 രൂപ ഉണ്ട്, അത് 1000 ആക്കി വിടാനുള്ള കഴിവുണ്ട്. അതിൽ സംഭവം കൂട്ടാൻ പറ്റും. അതായത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ പലിശ കയറി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതാവും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ താളോട്ട് ഇറങ്ങി ഇതാണ് സംഭവം. അത് ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് എന്നെയൊന്നും ഞാൻ പറയണില്ല, അല്ല പറയണത് ഇതാണ് സത്യം. നമ്മളിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ്. അതാണ് പറഞ്ഞത്. കൂടുന്ന പവർ, കുറയ്ക്കുന്ന പവർ ആണെങ്കിൽ ഞാൻ മറ്റേ വൈരാഗ്യമുള്ളവനെയൊക്കെ അടിച്ച് താത്തോട്ട് പോകില്ലേ. അപ്പൊ എനിക്ക് അത് ദൈവം തന്നിട്ടില്ല. എനിക്ക് തന്നത് വേറൊന്നുമില്ല, കുറെ ആൾക്കാർക്ക് നല്ലത് ചെയ്യണമെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കി പ്രേക്ഷകർക്ക് കൊടുക്കുക. ഇതിന്റെ സംഭവം നിങ്ങൾക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കും. മൊത്തം എനിക്കറിയാം, എനിക്ക് തന്നെ ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. സംഭവം പരശുരാമൻ്റെ ഒരു അപൂർവമായിട്ടൊരു കഴിവുണ്ട്. ഈ കണ്ണുകളുണ്ട്, ഏത് സാധനത്തെ നോക്കിയാലും ആ സാധനം 10 മടങ്ങ് വർദ്ധിക്കും. അതിൻ്റെ ഐശ്വര്യമായാലും എൻ്റെ ഗ്ലാമർ ആയാലും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു ആനയെ നോക്കുക, ആന കറുപ്പാണല്ലോ. ആ ആനയെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കറക്കും, ഇല്ലയോ? നിങ്ങളെ മീസ സത്യമായിട്ട് മീസ ചെയ്തു നേരത്തെ കാലം മറ്റേ ഇത് ഷൈനിങ് ആയിട്ട് വന്നു കണ്ടുവന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയും. സത്യത്തെ ഇതൊക്കെ കളർ ഇങ്ങനെ വരും. ഇത് ശരീരത്തിൽ കയറും. കയറുന്ന തുള്ളലല്ല, അതായത് മിന്നൽ തീ ചൈതന്യമാണ് ഇതിന്റെ പേര്. മിന്നൽ തീ ചൈതന്യമാണ് ഇത്. പെട്ടെന്ന് മിന്നൽ പോലെ പെട്ടെന്നാ വരും. ഒരു അഗ്നിയാണ് വരുന്നത്. ഇത് പെട്ടെന്ന് ദേവീര ഇതാണ്. അറിയാം, കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് കൂടുതലൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ടക്കെന്ന് എന്താവുന്ന ഇത് വരും. അപ്പൊ എന്റെ വാക്ക് കൊണ്ട് ഇതെന്തെന്ന് അത് പെട്ടെന്ന് നടത്തും. ഈ കണ്ണ് കൊണ്ട് നോക്കിയാൽ വരും പറഞ്ഞല്ലോ. എങ്ങനെ കണ്ണിന് കഴിവ് കിട്ടി? ഹോസ്പിറ്റലിൽ പോയപ്പോ എന്ത് സംഭവിച്ചു? ഇല്ലല്ല, ജീവിതത്തിൽ 4 പ്രാവശ്യം ഈ പവർ, 4ാമത്തെ പ്രാവശ്യമാണ് ഈ പവർ വരുന്നത്. എന്തിരുന്ന് എനിക്ക് ഈ പവർ വരുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കൊടുങ്ങല്ലൂരമ്മയും ബാലതിരുപുര സുന്ദരി ദേവി വന്നാണ്
ബാലതിരുപുര സുന്ദരി ദേവി എൻ്റെ മകളായിട്ട് വരികയാണ്, അമ്മയായിട്ട് വരികയാണ്. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചപ്പം എനിക്കിത് പറഞ്ഞു തന്നത് കൊടുങ്കല്ലരമ്മയും ബാലതിരുപുര സുന്ദരി ദേവിയും പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ മന്ത്രം ഉപയോഗിക്കില്ല, മന്ത്രം ഇല്ല. അപ്പൊ എന്റെ കണ്ണിലിരുന്ന് തന്നെ ഈ പ്രകാശത്തിന്റെ അത് ഒരു പടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് കണ്ടുപിടിക്കാനോ ഒന്നും പറ്റാത്തത് എനിക്ക് അത് സമ്മതിച്ച് ഞാൻ പോയിട്ട് തിരിച്ചുണ്ട്. പക്ഷെ അത് ഈ പ്രാവശ്യം വന്നപ്പോ എന്തായെന്ന ഈ കൊടുങ്കല്ലരമ്മയും പറഞ്ഞു തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ചങ്കാണ് ഇത് ഇത്രയും ചെയ്യുന്നത് അവിടെ ഇരിക്കണം. അതാണ് ഇത്. ഈ സംഭവം 2017 കന്യാകുമാരിയിൽ നിന്ന് എന്റെ അടുത്ത് വന്ന് വരുന്നത്. ഈ ചങ്ക് എന്തെന്ന് വെച്ചാൽ ഇത് ഇന്ന് ചീത്തവിളി വരുന്നുണ്ടായിരുന്നു യഥാർത്ഥം. അപ്പൊ ഞാൻ ഇതിനെടുത്ത് മാറ്റി ഇട്ട് ചീത്തവിളി വരും എന്ന് പറഞ്ഞാൽ ഞാൻ അരുളുള്ളതുകൊണ്ട് എനിക്ക് റീഡിങ് അറിയാലോ. അത് ചീത്ത വിളിക്കണത് നമ്മൾ കറക്റ്റായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ഇപ്പം ചെയ്യണത് കറക്റ്റായിട്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഒന്നും ചെയ്യണില്ല. അപ്പൊ എന്നെ ചീത്ത വിളിക്കണ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം കുറെ വർഷത്തിന് ശേഷം 5-6 വർഷത്തിന് ശേഷം പനീനെ ഒളിച്ച് ഇവിടെ എടുത്തു വെച്ച് പിന്നെ നോക്കുമ്പോൾ കൊടുങ്കല്ലരമ്മയാണെന്ന് എന്റെ ശരീരത്തിൽ വന്ന് പറയാം. ഈ ചങ്കിലിരുന്നാണ് കൊടുങ്കല്ലരമ്മ വന്നത്. അത് വന്ന് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞാലേ നമ്മൾ അതിന് ഇങ്ങനെ വെക്കണം, ആൾക്കാർ കാണണ്ടേ, അതുകൊണ്ട് വെച്ചിരിക്കണായിട്ട് കറക്റ്റ് ആക്കി. അത് ഞാൻ നോക്കുകയാണെങ്കിൽ തെളിയും. വേറൊന്നുമില്ല, സാധാരണ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. അത് തെളിയും എന്ന് പറഞ്ഞാൽ അത് കണ്ണിൽ നിന്ന് നമ്മൾ എനർജി അതിൽ തട്ടുമ്പോ ഇതാവും. തൊട്ടാലും മതി, എതിലെ കൂടെ വേണമെങ്കിലും പ്രവർത്തിക്കും ആവും. അത് 1 മിനിറ്റ്. പിന്നെ ഈ 1 മിനിറ്റ് ഈ ബാലതിരുപുര സുന്ദരിയുടെ കണ്ണും പോവും, ഈ കൈ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ നോക്കുമ്പം ശ്വാസം വലിക്കുന്നത് കാണാൻ പറ്റും. ശ്വാസം വലിക്കുന്നത് കാണാൻ പറ്റും. നോക്കണം ഇവിടെ നോക്കണം. ആ കണ്ണ് ദേവിയുടെ കണ്ണ് നോക്കണം. കണ്ടു നോക്കുമ്പോ ഈ കൈ ശ്വാസം വലിക്കുന്ന കാണാം. കയ്യിലോ ഈ 4 കൈയിലും കാണാൻ പറ്റും. ശ്വാസം വലിക്കുന്ന ചെറിയൊരു അനക്ക വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം പരിശോധന നടത്തി എല്ലാം കളിച്ചിട്ടാണ് പുറത്ത് വിടുന്നത്. നോക്കിയാൽ മതി, കുറച്ച് നോക്കിയാൽ കണ്ണ് മാറും കേട്ടാ. ഈ ദേവിക്കും കാണും, ഇതിലും കാണും. എനിക്ക് ഒരെണ്ണം നോക്കട്ടെ, എല്ലാം കൂടെ സമയങ്ങളല്ലേ. ഇത് കൈക്ക് ശ്വാസം തുണ്ടരുത്. വേണ്ട. എന്തെന്നാലേ അത് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറയും. സത്യം അറ്റാക്ക് ചെയ്താലേ നിങ്ങൾക്ക് പെയിന് വരും. നോക്കണം. നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടണം. ഇത് വരും. ശ്വാസം വിടുന്നുണ്ടോ, നെഞ്ചനങ്ങുന്നുണ്ടോ, ചെറുതായിട്ട് ഇത് വരും. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കയ്യില് ചെറിയ ചലനമുണ്ട്. നെഞ്ചിനകത്ത് എനിക്ക് കാണാം കൈ ചെറുതായിട്ട് തന്നെ ഈ കൈ അതാണ് എനിക്കൊന്ന് അറിഞ്ഞൂടാ. ഇതെന്തോ വലിയ സംഭവമാണ്. സംഭവത്തിന്റെ രഹസ്യം ഗവൺമെന്റ് വരുമ്പോ പറഞ്ഞു കൊടുക്കും. കോടതി നമുക്ക് ഒറ്റയ്ക്ക് ഈ സൂര്യൻ ഇപ്പൊ എന്തായാലും കത്തി നിൽക്കുക, ചൂട് കൊണ്ട് ഞാൻ വേർതിരിക്കുക. ഞാൻ വേണമെങ്കിൽ വെയിലില് ഉള്ളത് കുറച്ച് കാണിക്കണം. ഇത് കംപ്ലീറ്റ് ആയ നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കാരണം ഒരു സമയം എന്താ, നമുക്ക് എന്തായാലും കേരളം മുഴുവൻ ചുട്ടുപഴുത്തിരിക്കുകയാണ്. കുറച്ചും കൂടെ നിങ്ങളെ ഞാൻ ചൂട് പിടിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നമ്മുടെ പരശുരാമനെ പുറത്തിറക്കിയിട്ട് സൂര്യന്റെ ചൂട് കൂട്ടാൻ പോകും, കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സൂര്യൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നാ അവിടെ ചെന്ന് നിൽക്കണം. ഞാൻ ഇറങ്ങി വന്ന് അവിടെ വെയിലിൽ നിൽക്കുമ്പോൾ കൂടും. അപ്പം ചൂട് കൂടാൻ പറയും. ഇത് സത്യം, സയന്റിഫിക് ആയിട്ട് അവർക്ക് പൊള്ളത്തില്ലേ, സൂര്യതാപം അടിക്കത്തില്ലേ? അത് നിങ്ങൾക്ക് അടിച്ചാ പോരെ, മറ്റുള്ളവർക്ക് അടിക്കാതിരുന്നാ പോരെ. അങ്ങനെ നോക്കിയാൽ മനസ്സിലായോ? അതായത് എന്റെ മുന്നിൽ വരുന്നവർക്ക് ഞാൻ അത്ഭുതത്തെ കാണിക്കുന്നു, മറ്റുള്ളവർ ഞാൻ കാരണം നോവരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം അവിടെ ചെന്ന് നിൽക്കണം. അപ്പൊ നിന്നാ മതി. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ സൂര്യതാപം ഏക്കാൻ വേണ്ടി താഴെ നിൽക്കുവാണ്. അണ്ണ സൂക്ഷിച്ച് ഞാൻ നോക്കണ്ടേ, അത് വേറൊരു ടെക്നിക്കൽ ഉണ്ട്, അവിടെ വരുമ്പോ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്താ രണ്ടും ആ സമയത്ത് എന്റെ കണ്ണും കൈയും ഇതായിട്ട് മാറി ഇത് കാണിച്ച കൈ കാണിച്ച ഇവിടെ നിന്നാ മതി. അതല്ല, അങ്ങനെയുണ്ട്. അത് മിന്നൽ ജെറ്റായിട്ട് പവർ വന്ന് ഇറക്കാറിപ്പോ. എന്തായാലും നമ്മൾ അങ്ങനെ വേണ്ട, ഞാനും കൂടെ പറയാം. നിങ്ങൾ നിൽക്കുക, അവിടെ ഇറങ്ങി നിൽക്കുക. ഞാൻ എന്തായാലും നിങ്ങൾ എല്ലാവരും വലിയ സാഹസ പണിയാണ്. രണ്ടും കൽപ്പിച്ചുകൊണ്ട് സൂര്യന്റെ താപം ഏൽക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ സൂര്യഭഗവാൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുവാണ്. കണ്ടോ, ഈ കണ്ണിൽ പോലും നോക്കാനൊക്കെ അത്രയും പൊളിച്ചിരിക്കുവാണ്. എനിക്ക് വയ്യ. അപ്പോൾ ഇതിൻ്റെ കാടിനെ ഇനി കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ചൂടിൻ്റെ ആ ഒരു കാടിനെ കൂട്ടാൻ വേണ്ടി പരശുരാമനെ വിളിക്കണം. വാ കൈ കാണിക്കാണ്. ഇപ്പം കൂടും കേട്ടാ, ഇതാ ശ്രദ്ധിച്ചു നോക്കി, ഇത് കൂടി വരും. ഈ ചൂടും കൂടും. നോക്കണം, നിൽക്കണം. കൂടുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു കൂടൊക്കെ നോക്കാൻ പോവാന്നോ? എനിക്ക് മേപ്പോട്ട് നോക്കാൻ വയ്യ. ഇല്ല, ഹീറ്റ് ചൂട് ഭയങ്കരമായിട്ട് ചൂട് കയറും. നിങ്ങൾക്ക് അനുഭവപ്പെടും. നിൽക്കണോ 2 സെക്കൻഡ് നിൽക്കുമ്പോൾ അതില്ല. അയ്യോ
വെളിച്ചം നോക്കിയുണ്ടോ? വെളിച്ചം ബ്രൈറ്റ് ആവും. ബ്രൈറ്റ് എവിടെ എന്റെ തലയ്ക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. അത് ചൂട് അതാ വന്ന് ചൂടാവണല്ലേ? ചൂടാവണം. ഇതാ ഇത് നോക്കണേ, ഇത് കൂടുതൽ ഇതാവും. ഞാൻ അങ്ങോട്ട് കൂട്ടല്ലേ മതി ഇത്ര മതി. കൂട്ടല്ലേ യോ എന്റെ പൊന്നെ കണ്ണി കൂടെ ചൂടടിക്കുന്ന. കുറയ്ക്കണ്ട, ഒന്ന് കുറയ്ക്ക്. ചെടിയിൽ വരും. ചെടിയിൽ ഒന്ന് ചെടി വന്നിട്ട് വിളിച്ചു മതി. അത് ഫീലായി, നിങ്ങൾക്ക് ഫീലായി ഭയങ്കരമായിട്ട്. നിക്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നത്. ഒന്ന് കുറയ്ക്കാൻ, ജസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കുറയ്ക്കാനുള്ളതില്ല, കൂട്ടാനേ പറ്റത്തുള്ളൂ. കൂട്ടാനേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു ഇങ്ങനെ വേർത്തൊലിക്കുവാണ്. എന്റെ കഴുത്തേ കൂടെ അടിഭാഗത്തൂടെ വെള്ളം ഒഴുകുകയാണ്. ഓ ഭയങ്കര വേർത്തൊലിക്കുന്ന കേട്ടോ. വേർക്കുന്നുണ്ടോ? തലയൊക്കെ വേർത്തുണ്ട്. ഇല്ല, അതൊക്കെ വേർക്കോ. ഞാൻ നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരുന്നുണ്ട്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ സൂര്യൻ നോക്കിയേ. ഈ മനുഷ്യൻ ഭയങ്കര സംഭവമായിട്ട്. ഇത്രയും നാളത് എവിടെ ആയിരുന്നു പരിസരമണ്ണ? ഏത് ഗുഹയിരിക്കുമായിരുന്നു? ഇതിനല്ലേ വേണ്ടത്? ഒരുപാട് ആൾക്കാർ വെട്ടമില്ല, വെളിച്ചില്ല, ജീവിക്കുക. ഇതിനകത്തൊക്കെ ഇനി ഒരു പരിഹാരം ഉണ്ടാകും. നമുക്ക് ഇനിയിപ്പോൾ എന്തൊരു കറണ്ട് കെട്ടില്ല. ഇനി എല്ലാത്തിനും പരിഹാരം, ഇനി ഏക മാർഗ്ഗം പരിശ്രമമാണ്. നമുക്ക് എന്തായാലും ഈ സൂര്യനെ രക്ഷപ്പെടാൻ പോകും. ഞാൻ കയറിക്കോട്ടെ. എനിക്ക് വേറെ എനിക്ക് ആകെപ്പോടെ ഭയങ്കര വെപ്രാളം കൂടുന്നു കേട്ടോ. അപ്പൊ ഇത്രയും നേരം കൊണ്ട് നമ്മുടെ പരിശ്രമമാണ് സൂര്യന്റെ ചൂട് കൂട്ടി എന്നെ നന്നായിട്ട് ഒരു കാര്യം കാണിച്ചുതരാം. ഈ ചെടിയിൽ കാണിച്ചുതരാം. ചെടിയിലുണ്ടോ? ഈ ചെടിയിൽ കുറച്ച് കയറിക്കും. ഒരു കാര്യം കാണിച്ചു തരാം. ഇതിലിപ്പം വെളിച്ചം, സൂര്യപ്രകാശം ഇതിൽ കൂടുകയാണ്. ഇത് കുറച്ച് മാറും. അതായത് തളിര് ഇല പോലെ വരും. വരും. ഇപ്പൊ തളിരാവും. ഇപ്പൊ നല്ല നോക്കിയിട്ടുണ്ട്. വരും. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇത് നിറം മാറണുണ്ട്. കണ്ട നിറം മാറുന്നുണ്ട്, അറിയാൻ പറ്റും. ഇത് നോക്കിയിട്ടിരിക്കണം. ഇത് നോക്കണം, നോക്കിയാ അടിക്കുന്നത്. ഇതിപ്പോ ഇത് സമയം കൊടുത്തേ. ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇത് തളിരലയൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. അതിന്റെ മുകളിലൊക്കെ വെളിച്ചം കൂടി ഇതാ മാറണ്. വെളിച്ചം കൂടി ഇതാവും. അതെ, ഇതൊക്കെ തളിരലയല്ലോ. തളിരലയായി ആ സൈഡൊക്കെ ആയിട്ട് തുടങ്ങി. ഇതെങ്ങനെ പെട്ടെന്ന് നിമിഷം കൊണ്ട് എന്തോ എനിക്കറിയില്ല. പക്ഷെ ഇത് വരും. ഞാൻ റിസർച്ച് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞത് എനിക്ക് കുറച്ച് പറഞ്ഞതാ. എന്ത് ഇതിന്റെ രഹസ്യം എന്തോ? സത്യമാണോ? സത്യം തന്നെയല്ലേ പറയുന്നത്. ഇത് മുഴുവൻ എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്നതാണ് ഞാൻ അനുസരിക്കേണ്ടി വരുന്നത്. മൊത്തം തളിരലയായി. ഇത് ആദ്യം വയസ്സനലായിരുന്നു. അത് ഒരുമാതിരി ഇരുന്നല്ലേ? മൊത്തം കടും പച്ചയായിരുന്നു. ആ ചെടിക്ക് തന്നെ മിന്നലാറ്റാകെ പവർ കൊടുക്കുകയാണ്. ഇനി നല്ല നോക്കിയോ, മഞ്ഞ കളറായിട്ടാവും. മഞ്ഞയാക്കി അല്ലേ? ഇനി പഴയ രൂപത്തിൽ ആക്കാൻ പറ്റുമോ? ഇത് വരും, ഇതില് വരും. മതി എല്ലാം കൂടെ ആക്കി കഴിഞ്ഞാലേ ഈ കാലാവസ്ഥ തന്നെ ബാധിക്കും. ഇപ്പൊ ആ വീട്, ആ റോഡ്, അവിടെ വന്ന് ഈ സൂര്യന്റെ പവർ അറ്റാക്ക് ചെയ്യാം. നോക്കണം, അവിടെ വെളിച്ചം കൂടും. ആ റോട്ടിൽ അത് ആ ചെവിര് നോക്കിയാൽ മതി. വെളിച്ചം കൂടെ നോക്കിയിട്ട് എന്നാ മതി. ഒന്ന് സൂക്ഷിച്ച് നോക്കണ്ടോ? വരുന്നതേ ഉള്ളൂ. ഇത് എനർജി നമ്മൾ ഒന്ന് കൊടുക്കുകയാണെന്ന് സെക്കൻഡേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അത് പിൻവലിക്കണം. അപ്പൊ എന്തായാലും കണ്ടല്ലോ, അണ്ണൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ ലൈറ്റ് അത്ഭുതം. ഈ ലൈറ്റോടെ കാണിക്കുക. അപ്പൊ പരിശ്രമം അടുത്ത സാഹസം മുതിരുകയാണ്. ഈ ലൈറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിയാണ്. നോക്കണ്ട, കൈ കൊടുത്താൽ മതി. നോക്കണമെന്നില്ല. ചിലയിടത്തിൽ ഇതാവും, കൈ ആവും. എല്ലാത്തിലും അത് പിന്നെ ഇതിൽ സ്വിച്ചിലൂടെ കറണ്ട് പാസ്സാക്കാൻ പറ്റും. ഇതാ എല്ലാം കൂടും. അതിന്റെ അകത്തുള്ള ചൂട്ടിയാൽ മതി. ഇത് മതി. സ്വിച്ച് വേണ്ട. ഇങ്ങനെ ആയാലും അതിൽ വരും. കൂടുന്നത് കൂടരുത്. അത് കൂടരുത്. അവിടെയാണ് ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അത് കൂടുന്നുണ്ടല്ലേ? അതായത് ചുരുക്കം പറഞ്ഞാൽ ഗവൺമെന്റ് ഓടിയത് ഇലക്ട്രിസിറ്റി ബില്ല് കൈരളി ചാനലുകാരെ എന്നെ വിളിച്ച് ബില്ലിന് പൈസ കുറയ്ക്കാൻ പറ്റുമോ എന്ന്. ഇവിടെ നിന്ന് നമ്മള് പ്രസ് ചെയ്താലേ മീറ്റർ ഓടത്തേ ഉള്ളൂ. ഞാൻ കൂട്ടാനേ പറ്റത്തുള്ളൂ. അല്ല, ഇതിപ്പോ അറിഞ്ഞു കഴിഞ്ഞാലേ KSBക്കാർ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഈ ലൈറ്റിനൊക്കെ പവർ കൂട്ടി കഴിഞ്ഞാലേ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് കൂടുതൽ അറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പ്രത്യേക ശക്തി കൊടുങ്ങല്ലൂർ വരുമ്പോൾ ഏതോ ഒരു ശക്തി ശരീരത്തിൽ വരുമ്പോഴേ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. 24 hours 24 ഇത് ഇങ്ങനെ ഇതില്ല. അതായത് വന്നു കയറി പോകുന്നതല്ല. ഇത് ഞാൻ തീരുമാനിക്കുന്ന നടപ്പിലാക്കുന്ന ഒരു എനർജി ഉണ്ട്. റെക്കോർഡിങ് അല്ലാത്ത ഗവൺമെന്റ് തെളിവുണ്ട്. അത് എനിക്ക് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചറിയാമോ, ഈ ശക്തി ശരീരത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. നല്ല ശരീരത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ശരീരത്തിൽ വരുന്നതല്ല. ഞാൻ പറയുന്നത് നടപ്പിലാക്കണം. ആ രീതിയിൽ ഒരു ശക്തി എന്തെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കുന്ന നടക്കുന്ന. അപ്പൊ എന്റെ സാഹിബിന്റെ വീട്ടിൽ മോദിരിക്കുന്നു പറഞ്ഞു പഴയ രൂപത്തിലാക്കി. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാൻ വിഡ്രാ ചെയ്യും. ഈ പവർ തരുന്നത് പിൻവലിക്കാനുള്ള പവർ എനിക്കുണ്ട്. അതെപ്പോ പിൻവലിക്കും? അത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇത് പോകും. അല്ല, എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ആൾ മാറത്തില്ലേ? അല്ലല്ല, അതൊന്നും വരില്ല. ഈ പിൻവലിക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള അതാണ് ദേവി പറയുന്നത്.
അപ്പൊ അത് തന്നിട്ട് ഞാൻ പതുക്കെ ആ പവറിനെ എടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വന്നതുകൊണ്ടാണ് ഞാനൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചത്. ഇനി വേറെ സംഭവിച്ചു, മണിക്കകത്തൊരു സാധനം കയറ്റും. മണിയിൽ കയറ്റി കഴിഞ്ഞാൽ ആ ഒരു എന്തോ അരിയത്തിലേക്ക് നമുക്ക് കാണാം മണിയെന്നോ പ്രശ്നം ഓരോന്ന് ഭയങ്കര ഇത് സാമ്പ്രാണി വരുന്നില്ലേ, അതേ സത്യമല്ലേ? അത് കാണിച്ചു. ഇപ്പൊ അതിൽ കണ്ടില്ലേ, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ, ഇതിപ്പോ വരും കണ്ട. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ കട്ടി കൂടുന്നില്ലേ? കട്ടി കൂടും, പുകയുടെ കട്ടി കൂടുന്നുണ്ട്. അയ്യോ ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഇതങ്ങനെ പറ്റുന്നത്? ഇപ്പം അന്റെ ദൃഷ്ടി ദോഷം, ദൃഷ്ടിയുടെ ഇതുകൊണ്ട് പവർ കൂടിയാണ് അല്ലേ? ഞാൻ കണ്ണ് തുറന്ന പവർ വരും പറയുന്നില്ലേ, ഇവിടെ എവിഡൻസ് ആക്കാണ്. കണ്ടോ ആ കട്ടി പുകയായിട്ടോ, നമ്മൾ ബീഡി വലിച്ച പോലെ കട്ടി പോവാണ്. അതിങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ? അതായത് ഇവിടത്തെ എനർജി അനുസരിക്കണത്. അപ്പൊ സൂക്ഷിച്ച് നോക്കുമ്പോ കട്ടി കൂടി കൂടി ടച്ച് ആവുമ്പോ കൂടുന്നുണ്ടല്ലേ? കൂടുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതില് പിന്നെ ഇത് കാണിച്ചു ഇത് നമ്മ കണ്ടുപിടിച്ചതാണ്, ആരും പറഞ്ഞിരുന്നത് എങ്ങനെയല്ല. എനിക്ക് അപ്പൊ അതിനകത്ത് കീഴ്ത്തി ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കട്ടി കൂടുന്നുമില്ല. പരശുരാമൻ്റെ നോട്ടം തന്നെ അതിനകത്ത് തീയിലോട്ടാണ് കേട്ടോ. അപ്പോൾ തീ ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ്. കത്തി ജ്വലിച്ച് കയ്യിലങ്ങനെ പൊള്ളായിരുന്നാൽ മതിയായിരുന്നു. സാമ്പ്രാണി ഇപ്പം കൂടി വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് ഇപ്പം പ്രവർത്തിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എനർജി മണിയിൽ തട്ടി അത് ഉണ്ടാവുന്നതാണ്. സാധാരണ നിങ്ങൾ പിടിച്ച് ഞാൻ വേറെ ആരും വീട്ടിൽ പിടിച്ചാൽ വരത്തില്ല. കണ്ടോ കൂടി ഒരുപാട് കട്ടിയായാലും ഇത് എൻ്റെ കാറ്റുകൊണ്ട് തെറിച്ചതാ കേട്ടോ. സംസാരിച്ചപ്പോഴേ നല്ല കട്ടി പോകുകയായി. ആ നോട്ടം മുഴുവൻ തീയിലോട്ടാ. അതിൻ്റെ ടാട്ടി എന്തോ അല്ല ആട്ടി അത് ഇടത് കയ്യിൽ വെച്ചിരുന്ന ഇത് കൂടുതൽ കറങ്ങി വന്നോണ്ടിരിക്കും. ഓ അങ്ങനെ. നമ്മുടെ പ്രോഗ്രാം പോകുമ്പോഴത്തേക്ക് ഇവന് പ്രാന്ത വട്ടാന്നൊക്കെ ഒരു കമന്റ് ഇടും. അവന്മാർക്ക് എന്തായിരിക്കും ശിക്ഷ കിട്ടാൻ? അത് ഞാൻ അറിഞ്ഞാലാണ്, ഞാൻ കമന്റ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അറിയുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ 2 രീതിയിലുണ്ട്. കാരണം അവര് ഇത് ഇവിടെ വരുത്തും. അപ്പൊ എന്തായാലും കമന്റ് നെഗറ്റീവ്. പിന്നെ അവരാരും ഇടത്തില്ല, എന്റെ കേസിൽ ഇടത്തില്ല. അല്ല ഇടുന്നവരുണ്ട്, ഒരു മനോരോഗങ്ങളുണ്ടല്ലോ. എന്തായാലും ഗുണമായാലും ദോഷമായാലും ഇവന് എന്റെ കേസിൽ ഇതുവരെ ഒരുത്തരും പറ്റിയിട്ടില്ല. കള്ളം അല്ല എന്നുള്ളത് അല്ല എന്തായാലും ഇടും. എനിക്ക് പ്രതീക്ഷയുണ്ട്. അടിയിലൊക്കെ ഒരുപാട് മനോരോഗങ്ങൾ വരും. അത് ഇടുന്നത് കൊണ്ട് അവന്റെ ആഫീസ് കൂട്ടോ വേറെ ആഫീസ് കൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അറ്റാക്ക് പവർ ഉണ്ട്. ഇതെന്തെന്ന ഇലക്ട്രോണിക് അറ്റാക്ക് പവർ, ഇലക്ട്രോണിക് സ്റ്റക്ക്. അതായത് നിങ്ങളിവിടെ വന്നില്ല, നിങ്ങളുടെ മൊബൈൽ ഉണ്ടല്ലോ, ഇപ്പൊ മൊബൈൽ ഞാൻ കണ്ടിട്ടില്ല, അതിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ എന്താവുന്ന ഈ മൊബൈൽ കംപ്ലൈന്റ് വരും. അപ്പൊ അങ്ങനെ ഞാൻ പരീക്ഷ നടത്തി വിജയിച്ചിട്ട് ഒരു മൊബൈൽ അതിപ്പോ ഇതാവണം, അവൻ കടക്കാരെ വേറെ തിരിച്ചു മാറ്റി തരുകയും ചെയ്ത് എന്നിട്ടും ഞാൻ ചെയ്തപ്പോ വന്ന്. അതായത് വേറൊരു സംഭവം ഉണ്ട്, ഒരുപാട് സംഭവം. ഈ മൊബൈൽ വെച്ച് സിറ്റിയിൽ ലൈറ്റ് എന്റെ കൺട്രോൾ ചെയ്യാനുള്ളത് ഇതിൽ പ്രവർത്തിക്കും. ഇപ്പൊ ഇതെല്ലാം കൂടിക്കണ്ട പ്രവർത്തിക്കും. അതായത് ഈ പവർ ഇതിന്റെ അകത്തൂടെ കയറാൻ പറയുന്ന ബട്ടണ് അതൊക്കെ നല്ല പോലെ പറഞ്ഞ ഇതാ മൊബൈലിന് വെറും മൊബൈൽ കൊണ്ടൊരു കളി. ഇതാ കൂടുന്നുണ്ടല്ലേ, നല്ല കൂടുന്നു. അല്ല ഞാൻ എനർജി ഇതിലേക്കൂടെ കടത്തി വിടണത് അത് കമ്പ്യൂട്ടറിൽ. അതായത് എവിടെ വേണമെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിൽ എനിക്ക് കയറാൻ പറ്റുക. എനിക്ക് നിങ്ങളെ സംഭവങ്ങൾ നിങ്ങളെ ഇതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതായത് പ്രത്യേക ഇത് വന്നിട്ട് ഒരു സ്ക്രീനാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ഇത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. അണ്ണനെതിരെ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടാ അവന്റെ ആഫീസ് കൂട്ടും മൊബൈൽ പൊട്ടിത്തെറി നീയൊക്കെ ചാവുമട അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് നെഗറ്റീവ് അതായത് അതിനിടട്ടെ അവൻ ഇടൂല. കാരണം എന്തെന്നാ അവൻ സത്യം അറിയാത്തോണ്ടായിരിക്കും. എല്ലാരും ഒന്നുപോലെ ആയിരിക്കും. അങ്ങനെ ഇടുന്നവൻ നശിക്കട്ടെ, അവൻ നശിക്കണ്ട, അവൻ തിരിഞ്ഞാ മതി. നീ തീ തൂറി ചാവൂന്ന് മാത്രം പറയാം. ചേച്ചാ അങ്ങനെ ഒന്നും പറയില്ല. നിങ്ങൾ ഇതിനെ വന്ന് മോശമായിട്ടേ നിങ്ങൾക്കെതിരെ സത്യം പറഞ്ഞ മൊബൈലോ ഇതെല്ലാം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യപ്പെടും. സത്യം ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ എന്റെ വേഷമോ ഇതോ ഒന്നും സംഭവിക്കണതെല്ലാം സത്യമാണ്. എന്തായാലും അണ്ണനെതിരെ ആരും നെഗറ്റീവ് കമന്റോടെ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ മൊബൈലിനകത്ത് പണി തരൂ എന്ന് മാത്രം താക്കീത് നൽകിക്കൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ ധൈര്യമുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് താനേ അവർക്ക് പരിപ്പ് വേവും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് വിട ചൊല്ലുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ടെന്നേ. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വേണമെങ്കിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ പരശുരാമൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ തിരസ്കരിക്കാം. ഇതൊക്കെ ഓരോ സൗകര്യമാണ്. ഇനി മറ്റൊരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും